മുഖ്യമന്ത്രിയെ മിശിഹായാക്കിയവർ തൊമ്മൻകുത്തിന്റെ മുറിവ് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയിൽ മുൾമുടി ധരിപ്പിച്ചുള്ള ഒരു AI ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അത് പങ്കുവെച്ചവർ അതിന് നൽകിയ അടിക്കുറിപ്പ് ക്രൈസ്തവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുന്നിലുണ്ടാകുമെന്നതിൻ്റെ സിംബോളിക് ചിത്രമാണ് ഇതെന്നാണ്. എന്നാൽ ഇത് ക്രിസ്തുവിനോടുള്ള സ്നേഹമോ ക്രിസ്ത്യാനിയോടുള്ള മമതയോ അല്ലെന്ന് ആദ്യം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് MJTV ആയിരുന്നു. ക്രൈസ്തവ അഭിപ്രായങ്ങളും ക്രൈസ്തവന്റെ വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഏതോ അണികൾ ശ്രമിച്ചതിൻ്റെ ഉദാഹരണം മാത്രമാണത്. തന്നെയുമല്ല, ക്രിസ്ത്യാനിക്ക് യേശുക്രിസ്തു ദൈവമാണെന്നിരിക്കെ ആ സ്ഥാനത്ത് മറ്റൊരാളെ വരച്ചു കാട്ടുകയെന്നാൽ അത് അവൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളിയും അവഹേളനവുമാണ്. ഈ വാർത്ത നമ്മൾ ചർച്ച ചെയ്ത് തീർന്നില്ല. അതിനു മുമ്പ് തന്നെ ഇതേ നാട്ടിൽ ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകുമെന്ന പ്രഖ്യാപനം ഉയർന്ന അതേ നാട്ടിൽ എന്താണ് സംഭവിച്ചത്? ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്ത് സെയിൻറ് തോമസ് ദേവാലയം സ്വന്തം സ്ഥലത്ത് സ്ഥാപിച്ച കുരിശ് യാതൊരുവിധ മുന്നറിയിപ്പും കൊടുക്കാതെ വനം വകുപ്പ് പിഴുതെറിഞ്ഞു. ഇതുവഴി തങ്ങളുടെ അധികാരത്തിന്റെ ഹുങ്ക് പാവം വിശ്വാസികളുടെ മേൽ കാട്ടിയിരിക്കുകയാണിവർ. ഇതൊരു വനഭൂമി അല്ലാതിരിക്കെ വനഭൂമിയാണ് എന്ന ആരോപണം ഉന്നയിച്ചാണ് വനം വകുപ്പിന്റെ ഒട്ടും ന്യായീകരണം അർഹിക്കാത്ത ഈ പ്രവൃത്തി. ഈ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 65 വർഷമായി ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഇവിടം. ഇവിടെ ഭൂരിഭാഗം ആളുകൾക്കും ഭൂമിക്ക് കൈവശരേഖ മാത്രമാണുള്ളത്. അതിൽ തന്നെ പലരും പട്ടയാപേക്ഷ നൽകി കാത്തിരിക്കുന്നവരാണ്. EMS ഭവന പദ്ധതിയുടെ ഭാഗമായി വീട് ലഭിച്ചവരും ഇവിടെയുണ്ട്. 5 മാസം മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി പള്ളിക്ക് നൽകിയ കൈവശരേഖയുള്ള 5 സെന്റ് സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത്. 40-ാം വെള്ളിയാഴ്ച കുരിശ് വെഞ്ചരിക്കുകയും ഇവിടേക്ക് പള്ളിയിൽ നിന്നും കുരിശിന്റെ വഴി നടത്തുകയും ചെയ്തിരുന്നു. ഈ ഭൂമി പള്ളി വാങ്ങിയതാണ് എന്നതിനെ സംബന്ധിക്കുന്ന രേഖകളാണിത്. തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറം വില്ലേജിൽ വെൺമറ്റം കരയിൽ മൂലയിൽ കുര്യൻ മകൻ ബെന്നി കുര്യൻ എന്ന വ്യക്തി പള്ളിക്ക് ഈ സ്ഥലം എഴുതി കൊടുത്തതിൻ്റെ കൈവശത്തീറിൻ്റെ പകർപ്പാണിത്. ഈ ബെന്നി കുര്യൻ 2016-ൽ ഈ വസ്തു വില കൊടുത്തു വാങ്ങിയതിൻ്റെ രേഖകൾ കൂടി കാണിക്കാം. തേക്കുംകുഴിയിൽ പൈലി മകൻ ജോസിൽ നിന്നും 1,60,000 രൂപയ്ക്കാണ് ഈ വസ്തു വാങ്ങുന്നത്. ഈ രേഖകളൊക്കെ കാറ്റിൽ പറത്തി വനപാലകർ തങ്ങളുടെ കാടൻ നിയമം മറയാക്കി ചെയ്ത അധികാര ഹുങ്കാണിത്. ക്രൈസ്തവർ ബഹുമാനിക്കുന്ന രക്ഷയുടെ അടയാളമായി കാണുന്ന കുരിശ്, അതും അവന്റെ സ്വന്തം ഭൂമിയിൽ അതിക്രമിച്ചു കയറി ദൂരെ എറിയുക. വനംവകുപ്പിന്റെ ആരോപണം ഇത് വനഭൂമിയാണെന്നാണ്. സ്വകാര്യ ഭൂമിയും വനഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയായ ജണ്ടയ്ക്ക് വെളിയിലാണ് ഈ സ്ഥലം. അതും വില കൊടുത്തു വാങ്ങി പട്ടയം കിട്ടാൻ കാത്തിരിക്കുന്ന ഈ സ്ഥലം എങ്ങനെയാണ് വനഭൂമിയാകുന്നത്? കേരളത്തിൽ, അതും ക്രിസ്ത്യാനിയുടെ അവകാശം സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരികൾ തിക്കിത്തിരക്കുന്ന നമ്മുടെ കേരളത്തിൽ, മുഖ്യമന്ത്രിയെ മിശിഹായാക്കി ചിത്രീകരിക്കാൻ ആളുകൾ വെമ്പുന്ന നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നത്. ശനിയാഴ്ച രാവിലെ 11ഓടെ വണ്ണപ്പുറം റേഞ്ച് ഓഫീസർ TK മനോജിന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുരിശ് തകർത്തു. നമുക്കറിയാം, പിറ്റേന്ന് ഞായറാഴ്ച, അതായത് ഇന്നലെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായറായി ആചരിച്ചു. അതുമാത്രമല്ല, അന്നേ ദിവസം തുടങ്ങി ഒരാഴ്ച കാലം ക്രൈസ്തവ വിശ്വാസപ്രകാരം വിശുദ്ധവാരം എന്നാണ് അറിയപ്പെടുന്നത്. ഓശാന ഞായറിൽ ആരംഭിച്ച് പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ദുഃഖശനിയും കടന്ന് ഈസ്റ്ററിലെത്തുന്ന ഒരാഴ്ച, ഈ ഒരാഴ്ചക്കാലം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. കൃത്യം ഇത് കാട്ടിക്കൂട്ടിയ ഈ വിശുദ്ധവാരം മുന്നിൽ കണ്ട് കാട്ടിക്കൂട്ടിയ പ്രവർത്തികൾ പോലെ ഇതിനെ തോന്നുന്നതിൽ എന്താണ് തെറ്റ്? ക്രൈസ്തവന്റെ വിശ്വാസ സത്യങ്ങളെ അവഹേളിക്കുകയല്ലാതെ മറ്റെന്താണിത്? വനാതിർത്തി വലുതാക്കാനുള്ള ഒരു നടപടിയായി കണ്ട് ഇതിനെ ന്യായീകരിക്കുന്നവരുണ്ടാകും. അങ്ങനെ ന്യായീകരിക്കാൻ തുനിഞ്ഞാലും വീണ്ടും പറയട്ടെ, അങ്ങനെ ഒരു ന്യായീകരണത്തിന് ഇവിടെ യാതൊരു കഴമ്പുമില്ല. ഈ വസ്തു വാങ്ങിയതിനെക്കുറിച്ചും അതിനെ സംബന്ധിച്ചും ഇത് വനഭൂമി അല്ല എന്നതിനെ സംബന്ധിച്ചുമുള്ള രേഖകളുള്ളതാണ്. ഇനി ഇതൊക്കെ മാറ്റി നിർത്തി വനാതിർത്തി വലുതാക്കാനുള്ള നടപടിയായി കണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ക്രൈസ്തവർ അവരുടെ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തലേന്ന് ഇത്തരം പ്രവൃത്തി ചെയ്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അതിലൊരു തെറ്റും പറയാനാകില്ല. തന്നെയുമല്ല, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ, 65 വർഷമായി ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശം, ഇവിടെ ഭൂരിഭാഗം ആളുകൾക്കും ഭൂമിക്ക് കൈവശരേഖ മാത്രമാണുള്ളത്. അവരെല്ലാവരും തന്നെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നവരുമാണ്. ഈ സാഹചര്യത്തിൽ സമാനമായ രീതിയിൽ പട്ടയത്തിന് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന പാർട്ടി ഓഫീസുകളും റിസോർട്ടുകളും തുടങ്ങി അതിൽ ഒരുപാട് ഭൂമികളുമുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ സ്ഥലം മാത്രം ഇപ്പോൾ വനം കയ്യേറി എന്ന തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് ഇടിച്ചു തകർക്കാനും അവിടെ സ്ഥാപിച്ചിരുന്ന കുരിശ് പിഴുതെറിയുവാനും വണ്ണപ്പുറം റേഞ്ച് ഓഫീസർ TK മനോജിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടായ ചേതോവികാരം എന്താണ്? അത് തങ്ങളുടെ ജോലിയിലുള്ള ആത്മാർത്ഥത മാത്രമായിരുന്നോ? അറിയില്ല. ദൈവത്തിന് സ്തുതി.